ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ നൈറ്റ് മാനേജർ എന്ന ബോളിവുഡ് വെബ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികളെ ഒരു കാർ ചേസിലൂടെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസേഴ്സിനെയാണ് കാണിക്കുന്നത്. അതിൽ ഒരു ഓഫീസർ കുറച്ച് ഡ്രഗ്സ് എല്ലാം ഒരു കുട്ടിയുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവൻ ഡ്രഗ് ഡീലറാണെന്നെല്ലാം പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ അവനോട് അവൻ്റെ അച്ഛനായ JKയെ ഇവിടേക്ക് വിളിച്ചു വരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അവൻ ആ പോലീസ് ഓഫീസേഴ്സിനോട് അവൻ്റെ അച്ഛനെ എങ്ങനെ അറിയാം എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. ആ ഓഫീസേഴ്സ് അവനോട് ദേഷ്യപ്പെടുന്നതും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുന്നു. അവിടെ കട്ട് ചെയ്ത് തൻ്റെ മകനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി കോടതിയിൽ വരുന്ന JKയെയാണ് കാണിക്കുന്നത്. ആ സമയം ലിപിക JKയും കാത്തുകൊണ്ട് കോടതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലിപിക JKയ്ക്ക് അയാളും ഷെല്ലിയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ലിപിക അയാളോട് തൻ്റെ മോനെ വിട്ടു തരണമെങ്കിൽ BJയെ ഷെല്ലിയിൽ നിന്നും അകറ്റാൻ വേണ്ടി അവരെ സഹായിക്കണം എന്ന കാര്യമെല്ലാം പറയുന്നു. ആദ്യമൊന്നും അയാൾ ഇതിന് സമ്മതിക്കുന്നില്ലെങ്കിലും തൻ്റെ മകൻ്റെ കാര്യമായതുകൊണ്ട് അവസാനം അയാൾ അതിന് സമ്മതിക്കുന്നു. അവിടെ ചെയ്ത് പിന്നെ ഷെല്ലിയുടെ അയൺ പാലസ് ആണ് കാണിക്കുന്നത്. അവിടെ ഇപ്പോൾ ഷെല്ലി തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ഒരു പാർട്ടിയെല്ലാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ആ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി JK അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെയ്ത് പാർട്ടിക്കിടയിൽ തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് അത് അന്വേഷിക്കുന്ന താഹയെയാണ് കാണിക്കുന്നത്. ആ സമയം താഹ ഷാനിനോട് അവൻ്റെ അമ്മ ആ ഫോണിലാണ് കോൾ ചെയ്യുക എന്നും തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് സങ്കടമാവും എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഷാൻ പാർട്ടി കഴിയുന്നതിന് മുമ്പായി അവൻ്റെ ഫോൺ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് അവന് ഉറപ്പ് കൊടുക്കുന്നു. അവിടെ ചെയ്ത് താഹയുടെ ഫോൺ നോക്കാൻ എന്ന രീതിയിൽ ഷെല്ലിയുടെ റൂമിലേക്ക് കയറുന്ന ഷാനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം ആ മുറിയിൽ കാവേരി ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആരെയാണ് ഫോൺ ചെയ്യുന്നത് എന്ന കാര്യം നമുക്കിപ്പോൾ വ്യക്തമാക്കുന്നില്ല. ഷാൻ അതിനുള്ളിൽ കയറിയ ഉടൻ തന്നെ താഹയുടെ ഫോൺ ഉപയോഗിച്ച് ലോക്കറിന്റെ ഫോട്ടോ എല്ലാം എടുത്തു വെക്കുന്നു. അപ്പോഴാണ് നമുക്ക് താഹയുടെ ഫോൺ അടിച്ചു മാറ്റിയത് ഷാനാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. ലോക്കറിന്റെ എല്ലാം ഫോട്ടോ എടുത്തതിനു ശേഷം ഷാൻ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് ഡോർ തുറന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ സമയം അവിടെ കാവേരി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷാൻ കാണുന്നു. എന്നാൽ ഷാൻ താഹയുടെ ഫോൺ അന്വേഷിച്ചു വന്നതാണെന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും അപ്പോൾ തന്നെ പോകുന്നു. അവിടെ ചെയ്ത് JKയും ജയ്യുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. ജയ്യു JKയോട് ബോൾഗാട്ടി എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ JK ബോൾഗാട്ടിക്ക് BJയുടെ സ്വഭാവം ഒട്ടും തന്നെ ഇഷ്ടമല്ലെന്നും അവൻ മദ്യപിച്ച് അലമ്പുണ്ടാക്കും എന്നുമെല്ലാം പറഞ്ഞാണ് അവർ ഈ ഫംഗ്ഷന് വരാതിരുന്നത് എന്നെല്ലാം ജയ്യുവിനോട് പറയുന്നു. എന്നാൽ അയാൾ ഈ ഫംഗ്ഷൻ തന്നെ വെച്ചത് ബോൾഗാട്ടിക്ക് വേണ്ടിയാണെന്നും അയാളുടെ ഫണ്ടിങ് ഇല്ലാതെ ഇനി മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുമെല്ലാം JKയോട് പറയുന്നു. ജയ്യു ഷെല്ലിയോട് ബോൾഗാട്ടി വരാത്തതിൻ്റെ കാരണം BJയാണെന്ന് അറിയിക്കുന്നു. അയാൾ ഷെല്ലിയോട് ഇനിയും BJയെ തന്നെ കമ്പനിയുടെ CEO ആയി ഇരുത്തണോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. അപ്പോഴാണ് നമുക്ക് ഷെല്ലിയുടെ ബിസിനസ്സിൻ്റെ എല്ലാം CEO ആയി ഇരിക്കുന്നത് BJയാണ് എന്ന കാര്യം മനസ്സിലാവുന്നത്. ഷെല്ലി അയാളുടെ ആൾക്കാരോട് അവിടെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന BJയെ പിടിച്ചു മാറ്റാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് ഒട്ടും തന്നെ BJയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരു വശത്തിരുന്ന് ഷാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെയ്ത് അന്ന് വൈകുന്നേരം പാർട്ടിയെല്ലാം കഴിഞ്ഞ് തൻ്റെ ഔട്ട് ഹൗസിൽ വന്നിരിക്കുന്ന ഷാനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയത്ത് അവിടെ കടൽ തീരത്ത് കാവേരി ഷാനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കാവേരിയെ കണ്ട ഷാൻ ഉടൻ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. രാവിലെ തൻ്റെ അനുവാദമില്ലാതെ മുറിയിലേക്ക് കയറിയതിന് ഷാൻ അവളോട് മാപ്പെല്ലാം പറയുന്നു. എന്നാൽ കാവേരി ഷാനിനോട് അവൾ കരഞ്ഞ കാര്യം ആരോടും പറയരുത് എന്ന കാര്യത്തിൽ ഉറപ്പെല്ലാം വാങ്ങുന്നു. കാവേരി ഷാനിനോട് ആ രാത്രിയിൽ അവളോടൊപ്പം സ്വിമ്മിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൻ ഇപ്പോൾ സ്വിം ചെയ്യാൻ വേണ്ടി ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുമെല്ലാം പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവിടെ ചെയ്ത് ബോൾഗാട്ടിയുമായുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ദുബായിലേക്ക് പോകുന്ന ഷെല്ലിയെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം BJയെ കൂടെ കൂട്ടാത്തതിൻ്റെ പേരിൽ BJ ഷെല്ലിയോട് പിണങ്ങുന്നു. എന്നാൽ ഷെല്ലി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ നിന്നെ അവിടെ എത്തിക്കും എന്ന കാര്യത്തിലെല്ലാം BJയ്ക്ക് ഉറപ്പ് കൊടുക്കുന്നു. എന്നാൽ ആ സമയം ജയ്യു മീറ്റിങ്ങിന് പോകാൻ വേണ്ടി ലേറ്റായി എന്നെല്ലാം പറഞ്ഞ് തിരക്ക് പിടിച്ച് ഇറങ്ങി വരുന്നു. എന്നാൽ അയാൾ ഇറങ്ങി വരുന്ന സമയത്ത് ഷെല്ലി അയാളോട് ചുണ്ടത്തെ ലിപ്സ്റ്റിക് തുടച്ചു കളയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഇത് കണ്ട ഉടൻ തന്നെ അയാളുടെ ഭാര്യ മൃണാൽ മുറിയിലേക്ക് പോകുന്നു. ഈ കാര്യമെല്ലാം ഷാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെ നിന്നും പോയതിനു ശേഷം ഷാൻ മൃണാലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ സമയം മൃണാൽ തൻ്റെ ഭർത്താവിനെ തൻ്റെ കുട്ടിയെ നോക്കുന്ന കെയർടേക്കറുമായി ഒരു അഫയർ ഉള്ള കാര്യം എല്ലാം ഷാനിനോട് പറയുന്നു. അവിടെ ചെയ്ത് ഇന്ത്യൻ ഡിഫൻസ് ഓഫീസാണ് കാണിക്കുന്നത്. അവിടുത്തെ സീനിയർ ഓഫീസർ ലിപികയുടെ കൊളീഗിനോട് ലിപികയോട് പറഞ്ഞ് ഷെല്ലിയെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അവിടെ ചെയ്ത് കിച്ചണിൽ കുക്കിംഗ് എല്ലാം ചെയ്യുന്ന ഷാനെയും താഹയെയാണ് കാണിക്കുന്നത്. ആ സമയം കാവേരിയും BJയും കൂടി വന്ന് താഹയോട് ഹോഴ്സ് റൈഡിങ്ങിന് വരുന്നുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ അവൻ കുക്കിങ്ങിൽ തിരക്കിലാണെന്നെല്ലാം പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നു. BJയും കാവേരിയും
കുറച്ചു നേരത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച ഷാൻ ഓവനിൽ ഫുഡ് ചൂടാക്കാൻ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരു സ്പൂണും ഉള്ളിലേക്ക് വെക്കുന്നു. സ്പൂൺ ഹീറ്റായി ഓവൻ പൊട്ടിത്തെറിച്ചത് കാരണം അവിടെ ഒരു പവർ കട്ട് ക്രിയേറ്റ് ആവുന്നു. ഇതാണ് ഒരു പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കിയ ഷാൻ താഹയെ അവൻ്റെ മുറിയിലിരുത്തിക്കൊണ്ട് നേരെ ഷെല്ലിയുടെ റൂമിലേക്ക് വരുന്നു. പവർ കട്ട് കാരണം സെക്യൂരിറ്റി ലോക്ക് ഒന്നും വർക്ക് ആവാത്തത് കൊണ്ട് ഷാൻ നേരെ ഓഫീസ് റൂമിലേക്ക് കയറുന്നു. ഷാൻ അവിടെ നിന്നും കിട്ടാവുന്ന ഡോക്യുമെന്റ്സിൻ്റെ എല്ലാം ഫോട്ടോസ് എല്ലാം എടുത്തു വെക്കുന്നു. എന്നാൽ ഷാൻ അവിടെ നിന്നും പുറത്തിറങ്ങും മുമ്പ് തന്നെ ഹോഴ്സ് റൈഡിംഗ് എല്ലാം കഴിഞ്ഞ് കാവേരി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാവേരി ഷാനിനോട് അവൻ എന്താണ് ഓഫീസ് റൂമിൽ ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ ഷാൻ കാവേരിയോട് ഷെല്ലി ഒരു ബിസിനസ്മാൻ അല്ലെന്നും അയാൾ ഒരു ഇല്ലീഗൽ ആംസ് ഡീലർ ആണെന്ന കാര്യമെല്ലാം തുറന്നു പറയുന്നു. ഇവർ ഈ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ബിജെ കടന്നു വരുന്നു. എന്നാൽ കാവേരി ബിജെയോട് അവൾ വിളിച്ചിട്ടാണ് ഷാൻ ഇവിടേക്ക് വന്നത് എന്ന കാര്യമെല്ലാം പറഞ്ഞ് അവനെ സേഫായി അവിടുന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ ബിജെക്ക് ഷാന്റെ മുകളിൽ വളരെയധികം സംശയം ഉദിക്കുന്നു. അവിടെ കച്ചത് ഷാൻ അയച്ച ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്ന ദീപിക സാക്കിയെയാണ് കാണിക്കുന്നത്. ആ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്തതിൽ നിന്നും അവർക്ക് ഷെല്ലി ബാങ്ക്രപ്റ്റിന്റെ വക്കത്താണ് നിൽക്കുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. എന്നാൽ ഈ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ചതിൽ നിന്നും അവർക്ക് ഇന്ദ്രധനുഷ് എന്ന ഒരു പേര് ലഭിക്കുന്നു. അവർ ഇന്ത്യയിൽ നിന്നും ഷെല്ലിയെ സഹായിക്കുന്ന വ്യക്തി ഇന്ദ്രധനുഷ് ആണെന്ന കാര്യം ഉറപ്പിക്കുന്നു. അവിടെ കച്ചത് ബോൾഗാട്ടിയുമായിട്ടുള്ള എഗ്രിമെന്റ്സ് എല്ലാം സൈൻ ചെയ്യാൻ ദുബായിലെത്തിയിരിക്കുന്ന ബിജെയാണ് കാണിക്കുന്നത്. ഷെല്ലി ബിജെയോട് അന്ന് രാത്രി ആ രാജ്യത്തെ നിയമങ്ങളെല്ലാം പാലിച്ച് ഒരു പ്രശ്നം പോലും ഉണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ബിജെ അവർ ബാങ്ക്രപ്സിയുടെ വക്കത്തായതുകൊണ്ട് ഒന്നും തന്നെ മിണ്ടാതെ നേരെ തന്റെ മുറിയിലേക്ക് പോകുന്നു. എന്നാൽ ബിജെ മുറിയിലിരിക്കുന്ന സമയത്ത് അവിടെ വന്ന വെയിറ്റർ ബിജെക്ക് മസാജ് എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. എന്നാൽ ഈ മസാജ് എല്ലാം ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി തൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഇതെല്ലാം ലൈവായി പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് അവിടുത്തെ പോലീസ് വന്ന് ബിജെയും ആ വ്യക്തിയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവിടെ കച്ചത് ബിജെയെ പുറത്തിറക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഷെല്ലിയെയാണ് കാണിക്കുന്നത്. ആ സമയം ജയ് വന്ന് ഷെല്ലിയോട് ആ വെയിറ്റർ ബിജെ തന്നെ നിർബന്ധിച്ചാണ് ഇത് ചെയ്യിപ്പിച്ചത് എന്ന രീതിയിൽ കേസ് കൊടുത്ത കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ആ സമയം ജെക്ക് ഷെല്ലിയോട് ബോൾഗാട്ടി ഈ കാര്യമെല്ലാം അറിഞ്ഞെന്നും അവർ ഈ കോൺട്രാക്റ്റിൽ നിന്നും പിന്മാറിയ കാര്യമെല്ലാം പറയുന്നു. ആ സമയം ഷെല്ലിക്ക് ഇന്ദ്രധനുഷിൽ നിന്നും കോൾ വരുന്നു. ഷെല്ലി അയാളോട് താൻ തൻ്റെ മാനേജറെ മാറ്റാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്നു. അവിടെ കച്ചത് തിരിച്ച് തൻ്റെ വീട്ടിലെത്തിയിരിക്കുന്ന ഷെല്ലിയെയാണ് കാണിക്കുന്നത്. അവിടെ കച്ചത് അന്ന് വൈകുന്നേരം ഡിന്നർ കഴിക്കുന്ന സമയത്ത് കാവേരി ഷാൻ പറഞ്ഞതെല്ലാം സത്യമാണോ എന്ന രീതിയിൽ ഷെല്ലിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും താഹ അവൻ പ്രിപ്പയർ ചെയ്തതാണെന്ന് പറഞ്ഞ് കുറച്ച് ഫുഡുമായി അവിടേക്ക് വരുന്നു. എന്നാൽ താഹ അവിടെ വന്ന സമയത്ത് ജയു അങ്കിളിനെ അവിടെ കാണാത്തത് കൊണ്ട് അങ്കിൾ എവിടെ പോയി എന്ന കാര്യമെല്ലാം അവൻ അന്വേഷിക്കുന്നു. എന്നാൽ ആ സമയം മൃണാൽ ആൻറ്റി അങ്കിളിനെ വിളിച്ചോട്ട് വരാം എന്ന് പറഞ്ഞ് അവരുടെ മുറിയിലേക്ക് പോകുന്നു. എന്നാൽ മുറിയിൽ അങ്കിളും അവരുടെ മകളുടെ കെയർടേക്കറിനെയും മോശമായ രീതിയിൽ കണ്ടതുകൊണ്ട് മൃണാൽ ആ കെയർടേക്കറിനെ അവിടെ നിന്നും അടിച്ചിറക്കുന്നു. മൃണാളിൻ്റെ സമനില തെറ്റി നിൽക്കുന്ന സമയമായതുകൊണ്ട് അവർ നടത്തുന്ന പല ഇല്ലീഗൽ ഡീലിങ്സിനെ പറ്റിയെല്ലാം വിളിച്ചു പറയുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ കാവേരിക്ക് ഷാൻ പറഞ്ഞത് സത്യമുണ്ട് എന്ന കാര്യം മനസ്സിലാവുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ ഷെല്ലിയെ മീറ്റ് ചെയ്യുന്ന ഷാനിനെയാണ് കാണിക്കുന്നത്. ഷെല്ലി ഷാനിന് ഒരു എൻവലപ്പ് എല്ലാം എടുത്തു കൊടുത്ത് അത് തുറന്നു നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിൽ തൻ്റെ ബ്രിട്ടീഷ് പാസ്പോർട്ടും ക്യാപ്റ്റൻ അഭിമന്യു മാത്തൂർ എന്ന പേരുമെല്ലാം കണ്ട് ഷാനിന് വളരെയധികം സന്തോഷമാവുന്നു. ഷെല്ലി ഷാനിന് ഇത്രയും കാലവും ബിജെ കൊണ്ട് നടന്നിരുന്ന പൊസിഷനെല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവർ തമ്മിലുള്ള എഗ്രിമെൻ്റ് എല്ലാം ഒപ്പുവെച്ചതിനു ശേഷം ഇരുവരും കെട്ടിപ്പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് 4ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.